ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല, ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് എം, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. കൂടാതെ ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ കൂടെ ഫോളോ ചെയ്യുക. അവിടെയൊക്കെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻ്റൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണണം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്ക് 13 അനാലിസിസുമായിട്ടാണ്. ഡേ 84 മുതൽ 94 ഇന്നത്തെയും കൂടെ ചേർത്ത് 94 ദിനങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. 94 അല്ലേ? 94 എൻ്റെ ഓർമ്മ. എന്താണെങ്കിലും എത്രയും ദിനങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോകൾ കാണാൻ കൂട്ടാക്കിയ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ടാണ് നമ്മളിത് പിന്നെയും പിന്നെയും ചെയ്യുന്നത്. കഴിഞ്ഞ മലയാളം സീസൺ 6 നമ്മളൊരു പകുതി വരെ ചെയ്തിട്ടുള്ളൂ. അതും അന്നേരവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോ ഹോസ്റ്റ് അദ്ദേഹം ബിഗ് ബോസ് കണ്ട് വെറുത്ത് പണ്ടാറടങ്ങിയത് കൊണ്ട്, പിന്നീട് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ അത് നിന്ന് പോയതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം നമ്മളൊരുമിച്ച് കാണുന്നു, പുള്ളിക്കാരി നോട്ടുകൾ എഴുതിയെടുക്കുന്നു, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത്. അത് അന്ന് വൈൽഡ് കാർഡുകൾക്കിടെ ഇതിന് ശേഷം അത് പിന്നീട് ബ്ലോക്കായി ഇങ്ങനെ പെൻഡിങ് വന്ന് പിന്നെ ടോട്ടലി നിന്ന് പോയതാണ്. ഈ സീസണിലും അതേ ഒരു അവസ്ഥ തന്നെ വരേണ്ടതായിരുന്നു. കാണുന്നതിനായിരുന്നില്ല, എപ്പിസോഡ് വന്ന് ചെയ്യുന്നതിലായിരുന്നു ബുദ്ധിമുട്ട്. ജെയിംസ് ബോണ്ട് അദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. സീസൺ 6 നമ്മൾ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് ഞാനും ജെയിംസ് ബോണ്ടും കൂടെ ചെയ്തിരുന്നു. അപ്പം അതിനുശേഷമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ചാനൽ തുടങ്ങിയിട്ടൊക്കെ ഡെയിലി എപ്പിസോഡൊക്കെ ചെയ്യാം എന്നൊക്കെ പല രീതിയിലുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം തപ്പിട്ട് പൊട്ടിയായി. പിന്നെ ഞാൻ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു. നിങ്ങൾ പ്രേക്ഷകരെ ഓർത്ത്, നമ്മളൊന്നുമില്ലെങ്കിലും കുറച്ച് പേരെ, നമുക്കങ്ങനെ ലക്ഷക്കണക്കിന് വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് പേര് നമ്മളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തു. അപ്പം നിങ്ങൾ ചെറിയ ഇതൊക്കെ ആണെങ്കിലും ആൾക്കാർ കാണുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു സർക്കിളേ ഉള്ളൂ, അതിൻ്റെ അകത്ത് ആളുകൾ കാണുന്നുണ്ട് എന്നറിയുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പം നന്ദിയുണ്ടേ. ഇതുവരെ നിങ്ങളിങ്ങനെ കാണാൻ വരുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സീസൺ ഇങ്ങനെ തള്ളി നീക്കിയത്. പിന്നെ എന്താ പറയുന്നത്, അത് ചില സാഹചര്യങ്ങളിൽ ജോലി സംബന്ധമായിട്ടൊക്കെയുള്ള തിരക്കുകളും പിന്നെ നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കുന്നത് കൊണ്ടും മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് എല്ലാം കൂടെ കണക്കിലെടുത്ത് ചിലപ്പോൾ 2 ആഴ്ചത്തെ ഒരുമിച്ചൊക്കെ വരാറൊക്കെ ഉണ്ട്, ലേറ്റ് ആവാറുണ്ട്. അതിനൊക്കെ എങ്കിലും നിങ്ങൾ വന്ന് കാണുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് താങ്ക് യു. നമ്മുടെ തംബ്നെയിലുകൾ പലപ്പോഴും ലേറ്റായിട്ടായിരിക്കും ഇടുന്നത്, ഉണ്ടാക്കുന്ന ആൾ ബിസി ആയതുകൊണ്ട്. പക്ഷേ എങ്കിലും ഒരു തംബ്നെയിലും ഇല്ലാതെ ഇട്ടാലും നിങ്ങൾ വരുന്നുണ്ട് കാണാനായിട്ട്, നന്ദിയുണ്ട്. ഹോട്ട്സ്റ്റാറിൻ്റെ വകയായിട്ട്, ഹോട്ട്സ്റ്റാറല്ല, സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വക അവരുടെ പ്രൊമോയിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് വെറുതെ വോയിസ് മാത്രം ആക്കണ്ടല്ലോ, ലൂപ്പിലാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടതിന് ലവന്മാർ കോപ്പിറൈറ്റ് അടിച്ച് തന്നത് കൊണ്ട് ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, അതും സിനിമയുടെയൊക്കെ എന്തോരം ചെയ്തിട്ടും നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ആവുമെന്നുള്ളതല്ലാണ്ട് കോപ്പിറൈറ്റ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ സ്ട്രൈക്കായിട്ടൊന്നും വരാറില്ല. പക്ഷെ എന്നിട്ട് ഇത് 3 സെക്കൻഡുകൾ പോലും ഇല്ലാത്ത സംഭവം റിപ്പീറ്റഡ്ലി ഇട്ടതിൻ്റെ പേരിൽ. അപ്പോൾ വെറുതെ ഇവന്മാരുടെ ഈ എപ്പിസോഡുകളൊക്കെ പൈറസി ചെയ്ത് യൂട്യൂബിലൊക്കെ ഇടുന്നതിനൊക്കെ കൊടുക്കുന്നത് പോലത്തെ ഒരു നടപടി, അതിലൊക്കെ മനം തകർന്നു പോയെങ്കിലും നിങ്ങളിങ്ങനെ വന്ന് കാണുന്നത് കൊണ്ട് മാത്രമാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക. അതുകൊണ്ടാണ് കേട്ടോ ഈ റാൻഡമായിട്ടൊരു ലൂപ്പ് സാധനം തന്നെ ഇട്ട് നിങ്ങളെ വെറുപ്പിക്കേണ്ട വരുന്നത്. വേറൊന്നും വിചാരിക്കരുത്. കഴിഞ്ഞ സീസണിലെ ഇതെങ്കിലും എടുത്തിടാമെന്നൊക്കെ ഓർത്താ. പിന്നെ ഇനി അതിട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇനി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് 3 കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ അടിച്ചു പോകുമല്ലോ. ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ബിഗ് ബോസ് കൊണ്ട് ചാനൽ തുലയ്ക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല, അതുകൊണ്ടാണ്. അപ്പം അതെല്ലാം സാദരം ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. താങ്ക് യു.
അപ്പം കഴിഞ്ഞ സീസണിനെക്കുറിച്ച് ഞാൻ ഓർക്കാനും അയവിറക്കാനും ഉള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീസണിൽ ആരായിരിക്കും ടൈറ്റിൽ വിന്നർ? ആരായിരിക്കും? നമ്മുടെ അന്നിക്കുട്ടി. എൻ്റെ അന്നുമോൾ. അന്നുമോൾ എന്നെ എപ്പോഴും വെള്ളയ്ക്കും. ഈ റെഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാര്യം ഞാൻ എന്തുകൊണ്ട് ഇതെല്ലാം കൊമേഡി എന്ന് പറയുന്നു എന്നുള്ളത്, ഞങ്ങളുടെ ഒരു അങ്കിളുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി കടമെടുത്താണ് ഇത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗാണിത്. അന്നുമോൾ എന്നെ എപ്പോഴും വിളിക്കും എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ ഈ അന്നുമോൾ അല്ല. അന്നുമോൾ ആർ. അയ്യോ, ഇതാണോ അന്നുമോൾ ആർ? മറ്റേ അന്നുമോളുണ്ടല്ലോ, ആ അന്നുമോളുടെ കാര്യമാണ്. എന്താണെങ്കിൽ അത്തരം കഥകളൊക്കെ നമ്മുടെ ചാനലിൻ്റെ 50ാമത്തെ എപ്പിസോഡ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എനിവേയ്സ്, അപ്പം അന്നിക്കുട്ടിക്കായിരിക്കും ഈ പ്രാവശ്യം കപ്പ് കിട്ടാൻ പോകുന്നത്. ഗപ്പ്. ഒന്നെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ അനീഷ് എന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. കഴിഞ്ഞ തവണ ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്ത അതേ പ്രേക്ഷകർ തന്നെയായിരിക്കും ഇത്തവണ അനിക്കുട്ടിക്കും കൊടുക്കാൻ പോകുന്നത്. അതേ ജിൻഡോയുടെ അതേ PR തന്നെയാണ് ഇത്തവണ അനിക്കുട്ടിക്കും ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലാകുന്നത് അനിക്കുട്ടിക്ക് മാത്രമല്ല, ശൈത്യയ്ക്കും അതേ PR തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ஒரு டேஜாவு போലെയല്ലേ? வாழ்க்கை ஒரு வட்டம்டா, இங்கே ജയിக்கிறവൻ തോപ്പാൻ, തോக்கிறവൻ ജയിപ്പാൻ എന്ന് നമ്മുടെ ദളപതി പറഞ്ഞതുപോലെ, ഈ വാഴ്ക്കയുടെ ഈ ചക്രത്തിൽ പെട്ടുലയുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായ അതേ സംശയം തന്നെയാണ് എനിക്ക് ഈ സീസണിലും ഉണ്ടാവുന്നത്. ബട്ട് വൈ? എങ്ങനെ എങ്ങനെ പ്രേക്ഷകർ ഇവരെയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് കപ്പും കൊടുക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തൊരു പ്രഹേളികയാണ്. കഴിഞ്ഞ തവണ ഞാൻ ഇതിൻ്റെ കാര്യം ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ജിൻഡോ ആണെന്ന്. അപ്പം ഞാൻ ഓർത്ത്, ജിൻഡോയോ? ഏത് ബിഗ് ബോസിലെ ജിൻഡോ അല്ലേ? അല്ല, എനിക്ക് അതുവരെ ഈ വൈൽഡ് കാർഡ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതുവരെ ഉള്ളത് വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ ആലോചിച്ച്, ജിൻഡോനിക്ക് വാ തുറന്ന കള്ളമല്ലാതെ ഒന്നും പറയത്തില്ല. എങ്ങനെ? ബട്ട് വൈ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി ഒരു ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള, അതൊക്കെ അവൻ്റെ ആക്ടിങ്ങാണ്. അവൻ വെറും ഉഡായിപ്പാണ്. എനിക്ക് അന്നേരം പുള്ളിയുടെ പുറത്തെ കഥകളോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു തേങ്ങാക്കൊല അറിയില്ല. ബിഗ് ബോസിൻ്റെ അകത്തെ പരിപാടികൾ വെച്ച് മാത്രമുള്ള ജഡ്ജ്മെൻറ്റിൽ വെച്ചിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് വിന്നറായി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് നേരെ വന്ന കേസുകൾ, പുകിലുകൾ എല്ലാം ഒരുപക്ഷെ വോട്ട് കൊടുത്ത പ്രേക്ഷകർ പോലും ഇന്ന് ഖേദിക്കുന്ന രീതിയിലുള്ള കലാപരിപാടികളൊക്കെ അദ്ദേഹം ചെയ്തു വെക്കുന്നത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ എനിക്ക് അനുമോളുടെ കാര്യത്തിലും പിടികിട്ടാത്തത്. PR ഉണ്ട്, 16 ലക്ഷത്തിൻ്റെ PR എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഓക്കെ, ബോട്ടുകളായിട്ടൊക്കെ വന്ന് ചെയ്യുമായിരിക്കാം, അറിയില്ല. എങ്കിലും ഒരു കുടുംബ പ്രേക്ഷകർ എൻ്റെ അനുക്കുട്ടിക്കുണ്ട്. സ്റ്റാർ മാജിക്, പല പല സീരിയലുകൾ എല്ലാം മുതലായവയിൽ നിന്നൊക്കെ സമ്പാദിച്ച ആ ഒരു പേരും പ്രശസ്തിയും ഒക്കെ ആയിരിക്കാം. എന്താണെങ്കിലും അതെല്ലാം ഇതിനകത്ത് വന്നിട്ട് കളഞ്ഞു കുളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കാണാറുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ റീലുകളിലും മറ്റും കണ്ടിട്ടുള്ള കുറുമ്പത്തി കുട്ടിയല്ല അകത്ത് വന്നപ്പോൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെപ്പോലെ കുറച്ച് പ്രേക്ഷകർ മാത്രമാണ്. എങ്ങനെ ഈ ഒരു പ്രഹേളികേനെ എങ്ങനെ അത് എന്താ പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യണം എന്നറിയില്ല. അപ്പം നമ്മുടെ ജെയിംസ് ബോണ്ടിൻ്റെ ഒരു നിരീക്ഷണ പ്രകാരം അദ്ദേഹം പറയുന്നത്, അനുക്കുട്ടിക്ക് വരുന്ന വോട്ടുകൾ ഒന്നാമത് ഈ ഷോ കാണുന്ന പ്രേക്ഷകരിൽ പലരും പുറത്താണ്. NRI പ്രേക്ഷകർ ഒരുപാടുണ്ട് ബിഗ് ബോസ് മലയാളത്തിന് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം ശരിയാണ്. ഇപ്പം ഞാനടക്കം വിദേശ രാജ്യങ്ങളിലായതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാനുള്ള സെറ്റപ്പൊന്നുമില്ല. കാര്യം ഇവിടെ കണ്ടൻറ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് ഹോട്ട്സ്റ്റാർ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ഇവിടുത്തെ ഹോട്ട്സ്റ്റാറുകളാണ്. അല്ലെങ്കിൽ പിന്നെ VPN മുതലായിട്ടുള്ള പരിപാടികൾ ഉപയോഗിച്ച് നമുക്കിതൊക്കെ കാണാനും പഠിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ, കണ്ടൻറ് ബ്ലോക്ക്ഡ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് വോട്ട് ചെയ്യാനുള്ള ഇതുമില്ല. അപ്പം ഒരു മെജോറിറ്റി ഓഫ് വോട്ടുകൾ പുറത്തുണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇപ്പം ഇതിലുള്ള യൂട്യൂബിലൊക്കെ ആരെങ്കിലുമൊക്കെ എപ്പിസോഡ് എന്തെങ്കിലുമൊക്കെ, ഇനി ഏഷ്യാനെറ്റ് തന്നെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡുകൾ ഇടുമ്പോൾ അതിന് താഴെയുള്ള കമൻറ്റുകളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രവാസി മലയാളികൾ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രവാസി മലയാളികൾക്ക് ഒരുപക്ഷെ വോട്ടിങ്ങിനുള്ള ശേഷിയും കൂടെ ഉണ്ടെങ്കിൽ ഇതിലൊരു ശക്തമായിട്ടുള്ള ഒരു വിധി നിർണയത്തിന്
അവസരം ഒരുങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ജെയിംസ് ബോണ്ട് പറയുന്നത് പുറത്തുള്ള പ്രേക്ഷകർക്കൊക്കെ അനുക്കുട്ടീനെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അവർക്ക് വോട്ട് ചെയ്യാനും പറ്റത്തില്ല മറ്റുള്ളവർക്ക്. അവര് കുറച്ചുകൂടെ ഡിസേർവിംഗ് ആണെന്ന് അവര് കരുതുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള ഇതുമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെ. എനിക്കറിയില്ല. അതൊരു ഫാക്റ്റ് ആയിരിക്കാം. ഇതേ ഡിസ്കഷൻ തന്നെ ഞാൻ ഓൺലൈനില് മറ്റ് റെഡ്ഡിറ്റ് പോലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളിലും കാണാനിടയായി. അപ്പം ഞാൻ ഓർത്തു, ഓ! ഇത് തന്നെയാണല്ലോ ഇവനും പറഞ്ഞത്. ജെയിംസ് ബോണ്ടിന്റെ ഇത്തരം നിരീക്ഷണങ്ങളൊക്കെ കറക്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവനെയും വിളിച്ചിരുത്തി ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ, പുള്ളി വെറുത്ത് പണ്ടാറടങ്ങിപ്പോയി. പിന്നെ പുള്ളിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ജിസയിലും പുറത്ത് പോയതോടെ അദ്ദേഹം പരിപാടി അവിടെ അവസാനിപ്പിച്ചു. അതിന് മുന്നേ അവസാനിപ്പിച്ചതാണ്. അതുകൂടെ ആയപ്പോഴത്തേക്കും പൂർത്തിയായി. ഈ എനിക്ക് ഈ ഒരു പ്രഹേളിക എന്താണേലും ഇതുവരെ മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് അനുക്കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പൊ അനുക്കുട്ടിയാണോ അനീഷാണോ എന്ന് നോക്കുമ്പോൾ അനീഷാണ് ഭേദം എന്നുള്ള രീതിയിലൊരു ഇത് ഞാൻ കാണാനിടയായി. അതൊരു പക്ഷേ അനീഷിന്റെ പിആറുകൾ തന്നെ ചേർത്ത് വിടുന്ന ഒരു സംഭവമായിരിക്കാം. എങ്കിലും അതിലൊരു വാസ്തവമുണ്ട്. കാര്യം ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ തന്നെ അത് നമ്മൾ തുടക്കത്തിൽ ചോദിച്ചിട്ടുണ്ട്. അതെന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ടൊക്കെ പറയുന്ന പരിപാടി പോലെയാണെന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ ബിഗ് ബോസിൽ വരാൻ അതൊക്കെ ഒരു ക്രെഡിറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞ ഒരാൾ പക്ഷേ അനുക്കുട്ടിയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ക്രൈം റേറ്റുകളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ഉഡായിപ്പ് പരിപാടികൾ ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള ഗെയിമിന് വേണ്ടിയിട്ടും അതിനകത്ത് നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടും അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ള അടവുകളിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പം മലയാള ഭാഷേനെ ഉദ്ധരിക്കാൻ പോകുന്നതും പലതരം രീതിയിൽ ഇപ്പം എന്തുകൊണ്ട് ഈ സ്റ്റോർ റൂമിൽ പോകാൻ പറയുമ്പോൾ അനീഷ് ആദ്യമേ പോകുന്നു. എന്തുകൊണ്ട് സ്പോൺസർ ടാസ്കുകളിൽ ജഡ്ജായിട്ട് അദ്ദേഹം മാറുന്നു. അങ്ങനെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു 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 സ്ക്രീൻ ടൈം, ആ ഒരു കോണ്ടന്റ് അതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളാണ് അതൊക്കെ. അപ്പം അത്തരം പരിപാടികളിൽ ഞാനൊരു കോമണറാണ്, കർഷകനാണ്, നിങ്ങളൊക്കെ വലിയ സെലിബ്രിറ്റീസാണ്, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, അങ്ങനെയാണ് ഇങ്ങനെയുള്ള മുതലായിട്ടുള്ള പല അടവുകളും അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പുറത്തുള്ള ആളുകളുടെ ജീവിതത്തെ ബാധിക്കാനും അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ജീവിതത്തിലും ബാധിക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരു തരത്തിലും ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടില്ല. അനുക്കുട്ടീനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അനുക്കുട്ടി അങ്ങനെയല്ല. അനുക്കുട്ടിയുടെ വിക്ടിം ലിസ്റ്റുകൾ അനുക്കുട്ടി സ്വയം ഒരു വിക്ടിമായിട്ട് പലപ്പോഴും അവതരിപ്പിക്കാറുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇത്രയൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് മുതലായുള്ള കഷ്ടപ്പാടുകളും കരച്ചിലുകളും എല്ലാം അനുക്കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിലും അനുക്കുട്ടി കാരണം നാട്ടുകാരും വീട്ടുകാരും കരയുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. അനുക്കുട്ടിയുടെ ആ ഒരു ക്രൈം വിക്ടിം ലിസ്റ്റുകൾ നോക്കുവാണെങ്കിൽ അനുക്കുട്ടി സ്വയം വിക്ടിമായിട്ട് കണക്കാക്കുന്നതിന് പുറമെ അനുക്കുട്ടിയുടെ വിക്ടിമായിട്ടുള്ളവരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ശൈത്യ, ആർ.ജെ. ബിൻസി, പനീഷ് ശരത്, അത് 2 ഇൻ 1 ഗോളായിരുന്നു. അത് അങ്ങനെ. പിന്നെ നമ്മുടെ ആര്യൻ ജിസേൽ 2 ഇൻ 1, അക്ബർ, പിന്നെ നെവിൻ ഒരു പരിധിവരെ. ആ വീട്ടിൽ ഒരുപക്ഷെ അനുക്കുട്ടിയുടെ ആക്രമണത്തിന് ഇരയാകാതെ പോയിട്ടുള്ളത് അനുക്കുട്ടിയുടെ തന്നെ പട്ടായ ഗേൾസും പിന്നെ ഷാനുക്കയും ഒക്കെ ആയിരിക്കും. അനുക്കുട്ടിയുടെ ആളുകളായിരിക്കും. അനീഷേട്ടനും ഒക്കെ ആയിരിക്കും അതിനകത്ത് ഉൾപ്പെടാതെ പോയിട്ടുള്ള ആളുകൾ. അനീഷേട്ടൻ ഇപ്പം വേറൊരു രീതിയിൽ മേ ബി അഫക്റ്റഡ് ആണെന്ന് പറയാം. എങ്കിലും അപ്പോൾ ഈ ഇത്രയും പേരുടെ ഈ ഞാനീ പറഞ്ഞ മേൽപ്പടിയന്മാരുടെ ലിസ്റ്റുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ പുറത്തെ ജീവിതമാണ്. അകത്ത് ഗെയിമിൻ്റെ അകത്ത് നമ്മളൊരാളെ മാനസികമായി തളർത്തുന്നു എന്നുള്ളതിന് പുറമേ പുറത്തുള്ള ആരുടെ ഇപ്പം ശൈത്യയുടെ ഇന്ന് വന്നിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ട്. മെൽറ്റ് ഡൗൺ ഉണ്ട് ശൈത്യയുടെ. കാര്യം അതുപോലെ പുറത്ത് കട്ടപ്പ, പാമ്പ്, വിഷക്കുപ്പി എന്നുള്ള രീതിയിലൊക്കെ എന്തെല്ലാമാണ്. ഇപ്പം ശൈത്യ എന്ന് പറയുമ്പോൾ കട്ടപ്പ ശൈത്യ എന്നുള്ള രീതിയിലല്ലേ ആളുകളുടെ മനസ്സിൽ വരിക. ആ ഒരു ബ്രാൻഡിങ് അതാണ് അനുമോളുടെ സ്പെഷ്യാലിറ്റി. എല്ലാവരെയും അങ്ങ് ബ്രാൻഡ് ചെയ്ത് വിടുകയാണ്. ശൈത്യക്കൊക്കെ എന്തുമാത്രം സൈബർ അറ്റാക്കാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതും കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി അല്ല, ഒരു ട്രാജഡി ആണെന്ന് തന്നെ പറയാം. അനുമോളുടെ അതേ പിആർ തന്നെയാണ് ശൈത്യയുടെയും പിആർ എന്നാണ് ശൈത്യ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശൈത്യയുടെ അച്ഛൻ്റെയ്ന്ന് എന്തോരം കാശ് വാങ്ങിച്ചിട്ട് നീ എനിക്കിട്ട് തന്നെ പണിതു എന്നുള്ള രീതിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാര്യം കൂടുതൽ പണം കൊടുത്ത ആൾക്കല്ലേ നമ്മുടെ വിശ്വാസ്യത കാണിക്കാൻ പറ്റുള്ളൂ. പിആർ ആയാലും ഒആർഎം ആണേലും എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും. ഇതൊക്കെ ഇങ്ങനെയുള്ള ഹെയ്റ്റ് കമന്റുകളൊക്കെ കണ്ടിട്ട് ഇത് വിശ്വസിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടാ ഉടനെ തുള്ളിക്കേറി അവരുടെ
വീട്ടുകാരെയും തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന കുറേ മുതലുകളുണ്ട്. അവര് ചെയ്തു വെക്കുന്ന പരിപാടികളാണ്. നിങ്ങളിങ്ങനെ ആട്ടുമന്തൈ എന്ന് തമിഴില് പറയാറുണ്ട്. അതായത് ഒരു ആട്ടിൻകൂട്ടം അങ്ങനെയാണല്ലോ. ബ്ലൈൻഡായിട്ടങ്ങ് ഫോളോ ചെയ്യുവാണല്ലോ. എന്താ കാര്യം എന്താന്നൊന്നും അന്വേഷിക്കാതെ. അപ്പൊ അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് നേരിടേണ്ട വന്ന ആളാണ്. ഇനി ആർ‌ജെ ബിൻസി ആണെങ്കിലും അപ്പാനി ശരത്തുമായിട്ടുള്ള ആ ഒരു ചാച്ചൻ, ആ ഒരു ഇതിന്റെ ബോണ്ടിന്റെ പേരിൽ അനുമോള് അതില് ഷാനുക്കയ്ക്കും പങ്കുണ്ട്. കാര്യം ഷാനുക്ക അതൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ പോയി. പക്ഷെ അത് അനുക്കുട്ടിയാണ് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് അനുക്കുട്ടി അതങ്ങനെ അപ്പാനിയുടെ കാല് തൊട്ട് തൊഴുത് ഞാനത് സോൾവ് ചെയ്തുന്ന്. ഇന്ന് ഇരുന്ന് പറഞ്ഞതാ. ഞാനത് സോൾവ് ചെയ്തില്ലേ? അതന്ന് മാപ്പ് പറഞ്ഞു. സോൾവ് ചെയ്തു. അവിടെ അപ്പാനിയുടെ കാര്യത്തിൽ സോൾവായി. അപ്പം ആർ‌ജെ ബിൻസിയുടെ കാര്യത്തിലോ? പുറത്തുള്ള ആളുടെ അവസ്ഥയോ? വീട്ടുകാര് ചോദിച്ചിട്ടുണ്ടാവും. നാട്ടുകാര് ചോദിച്ചിട്ടുണ്ടാവും. എന്തെല്ലാം രീതിയിലുള്ള അത് പുള്ളിക്കാരി പോവുകയും ചെയ്തു. പുള്ളിക്കാരിയുടെ ഭാഗം ക്ലിയർ ചെയ്യാനും പുള്ളിക്കാരി ഇല്ലാത്ത സമയത്താണ് അതവിടെ നടക്കുന്നത്. ചോദ്യം ചെയ്യാനോ അതിനെപ്പറ്റി പ്രതികരിക്കാനോ പോലും അവസരം ഇല്ലാതെ എന്തൊരു ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പുറത്തുള്ള നാട്ടുകാർക്ക് അത് ദേഷ്യം വന്നപ്പോൾ ഞാനങ്ങനെ പറഞ്ഞൂന്ന്. എന്ത് വളരെ കാഷ്വലായിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഈ ശൈത്യം ചെയ്ത അതേ പരിപാടി തന്നെയാണ് ആദില നൂറന്മാര് ചെയ്യുന്നത്. അവരെ ആരും കട്ടപ്പമാരായിട്ട് മുദ്ര കുത്താനൊന്നും പോയിട്ടില്ലാന്ന് തോന്നുന്നു. കാര്യം അവർക്കൊരു ശൈത്യയെ പോലുള്ളവരൊക്കെയാണല്ലോ മുദ്ര കുത്തിയല്. ഇപ്പൊ അവർക്കൊരു ഒരു ഒരു പ്രേക്ഷകരുടെ ഒരു പിന്തുണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ ഒന്നും മുദ്ര കുത്തിയിട്ടും കാര്യമില്ല. പക്ഷേ ശൈത്യയെ പോലുള്ളവരെയൊക്കെ മുദ്ര കുത്തിയെങ്കിൽ ശൈത്യക്ക് പ്രേക്ഷകരുടെ പിന്തുണയില്ല. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനിയിപ്പം അത് ക്ലിയർ ചെയ്യാനായിട്ട് അകത്ത് വന്നിട്ട് അതിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോ പോലും വ്യക്തമായിട്ടുള്ളൊരു കാരണം പറഞ്ഞു കൊടുക്കാതെ, അത് ഞാന് കിടക്കാൻ നേരത്ത് പറയാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത് എന്നൊക്കെയാണ് അനുമോള് പറയുന്നത്. അപ്പൊ ശൈത്യ ഉടനെ അനീഷിന്റെ അനുമോളുടെ ആ കാര്യമൊക്കെ എടുത്തിടുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ഇനിയിപ്പം എന്താ അനുമോൾ എന്നുള്ള ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം കാണിച്ച ഷോട്ടിൽ പോയിട്ട് അനുമോളുടെ അടുത്ത് പോയി കാര്യം ശൈത്യക്ക് അത് ക്ലിയർ ചെയ്തിട്ടേ പോകാനേ പറ്റുള്ളൂ. അനുമോള് പറയുന്നത് നമുക്ക് പുറത്ത് വന്നിട്ട് ക്ലിയർ ചെയ്യാമെന്നാണ്. പുറത്ത് വന്നിട്ട് നീ ക്ലിയർ ചെയ്തിട്ട് എന്ത് കാര്യം? അകത്ത് വെച്ച് ക്ലിയർ ചെയ്യുവാണെങ്കിലല്ലേ ഇത്രയും ആളുകൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ. പുറത്തിപ്പോൾ ക്ലിയർ ചെയ്തിട്ട് അനുമോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് ഇട്ട് വന്നേനേലും ബിഗ് ബോസ് കഴിയുന്നതോടെ ബിഗ് ബോസ് പ്രേക്ഷകരും ആ വഴിക്ക് പിന്നെ തിരിഞ്ഞു നോക്കില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കുറച്ച് പേരൊക്കെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് കണ്ടാലായി. അത് കാണുന്ന ഒരു കോർ ഓഡിയൻസ് ഉണ്ടല്ലോ. അവരുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ ഒരു ഇമേജാണ് കിടക്കുന്നതെങ്കിൽ കാര്യം നമുക്ക് കാണിക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ ശൈത്യ അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നുള്ള രീതിയിലേ തോന്നുള്ളൂ. അത് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ പുറത്തുനിന്നുള്ള വൈൽഡ് കാർഡായിട്ട് വന്ന മസ്താനിയും പറഞ്ഞു കൊടുത്തതിൻ്റെ ഇതില് ആ ഒരു ഇതങ്ങ് ക്രിയേറ്റ് ചെയ്ത്. എന്നാ എന്താ അത്ര തല പോകുന്ന എന്ത് ഭീകര കാര്യം? അനുമോൾ ഇവിടെ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ എന്ത് കാര്യമാണ്? പിന്നെ അതിനു പുറമെ എന്തോ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ഭീകരമായിട്ടുള്ള സത്യം പുള്ളിക്കാരിയുടെ മനസ്സിലുണ്ട്. അതൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നാറും എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത്. അത് പറയാതിരുന്നത് അനുമോളുടെ മാന്യത എന്നൊക്കെ പറഞ്ഞു. അയ്യോ! എൻ്റമ്മേ! ഇനിയിപ്പം വേറൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇനിയിപ്പം പുതിയൊരു സാധനം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അറിയാൻ പാടില്ല. എന്താണെങ്കിലും അതങ്ങനെ. അങ്ങനെ എന്തോരം പേരാണ് അക്ബറിൻ്റെയൊക്കെ ജീവിതത്തില് എന്തോരം അലിഗേഷൻസാ ഉണ്ടായത്. ബസ്, മറ്റേത് മറിച്ചത്, വൃത്തികെട്ടവൻ, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന എല്ലാം ചെയ്തു. എന്നിട്ട് ഇന്ന് പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അക്ബറൊക്കെ എന്ത് ഭേദമെന്ന്. ഷാനൂഖ് ഖാനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. അനുമോൾക്ക് എപ്പോഴാണ് ഈ ശൈത്യയുടെ ഇത് മനസ്സിലായത്? ശൈത്യക്കെതിരെ എപ്പോഴാണ് തിരിയാൻ തുടങ്ങിയത്? ലാലേട്ടൻ്റെ മുമ്പ് വെച്ച് ആ മൊണ്ണയുമായിട്ടുള്ള ആണുങ്ങളെ മൊണ്ണകൾ എന്ന് വിളിച്ചു എന്നുള്ള ആ ഒരു ഇതുമായിട്ട് കോൺവെർസേഷനുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ ആ ഒരു സമയത്ത് തൊട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം ഒരു ഓങ്ങി വെച്ചിരുന്നത് ഈ വൈൽഡ് കാർഡിൻ്റെ ഇതുകൂടെ വെച്ചിട്ട് പുള്ളിക്കാരി ഇങ്ങെടുത്ത് അടിച്ചു. എന്നിട്ട് ഷാനൂഖ് ഖാൻ ഇപ്പോഴാണ് മനസ്സിലായെന്നൊക്കെ. ഷാനൂഖ് എന്താ പറഞ്ഞു ഈ ആഴ്ച വന്നിട്ട് ലാലേട്ടൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് അനുമോള് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തെടുത്തൊരിതാണ് ഈ അനീഷിൻ്റേത്. ലാലേട്ടന് മുമ്പിൽ ഇതൊരു വിഷയമായിട്ട് വരണം, ഇതൊരു കോണ്ടൻ്റായിട്ട് വരണം എന്നുള്ള രീതിയിലുള്ള അവളുടെ ഒരു പദ്ധതിയായിരുന്നു എന്നുള്ള രീതിയിലുള്ള തുറന്നു കാട്ടുന്ന രീതിയിലുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഷാനൂഖ് ഖാനെ മനസ്സിലായതെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം അനുമോളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആളുകളൊക്കെ ഈ മലയാളം സീസൺ 7 കണ്ടതിൽ ഏറ്റവും വലിയ വൃത്തികെട്ടവനാണല്ലോ അക്ബർ എന്നാണല്ലോ പറയുന്നത്.
അക്ബറിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും അക്ബറിനെതിരെ ഇങ്ങനത്തെ രീതിയിലുള്ള ചതിപ്രയോഗങ്ങൾ നടത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലാതെ അക്ബറിനെതിരെ അങ്ങനെ വളരെ മോശമായിട്ട് എന്തെങ്കിലും കുരുതി ഗ്യാങ് കൂടുന്ന ആൾക്കാരെയൊക്കെ കുരുതി കൊടുക്കുന്നു എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഈ കുരുതി കൊടുക്കുന്ന ആൾക്കെതിരെ ഇത്തരം രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പക്ഷെ അതേസമയം അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാം അനുമോൾക്കെതിരെ തിരിയുന്നു എന്നാണല്ലോ പറയുന്നത്. എങ്ങനെ തിരിയായിരിക്കും? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തിരിയുന്നത്? ഇയാളുടെ കയ്യിലിരിപ്പ് ഇതായതുകൊണ്ടാണ്. എനിക്ക് ഇതിന് മുമ്പ് വരെ അനുമോളിന് ഇങ്ങനെ ഈ പറഞ്ഞ റീലുകളിൽ അങ്ങനത്തൊക്കെ ഇപ്പം ഇതിലൊക്കെ കാണാറുണ്ട് എന്നുള്ള കുറേ ക്യൂട്ട്നെസ് വാരി മെഴുകുന്ന ഒരു ക്രിഞ്ച്നെസ് ആയിട്ടാണ് എനിക്ക് ഒരു ക്രിഞ്ച് മോൾ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അത്തരം കണ്ടന്റുകളൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ടോട്ടൽ പെർസെപ്ഷൻ തന്നെ മാറി. ആ ക്രിഞ്ച്നെസ്സിനേക്കാളും കൂടുതൽ എൻ്റെ ദൈവമേ! ഇങ്ങനത്തെ ഒരു ഐറ്റം നമ്മൾ ജീവിതത്തിൽ എൻ്റെ പെരിമീറ്ററിൽ എവിടെയും കണ്ടുമുട്ടാൻ ഇടയാവരുതേ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള എന്തെല്ലാം കാര്യം നമ്മൾക്കെതിരെ എപ്പോഴാണ് ഒരു അലിഗേഷൻ വരിക എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അനീഷ് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ അത് കാരണം എൻ്റെ കല്യാണാലോചന മുടങ്ങുമോ എന്നൊക്കെ ഓർത്താണ് അനുമോള് ടെൻഷൻ. അനീഷൊന്നും കാരണം കല്യാണം മുടങ്ങില്ല. നിന്റെ ഈ ബിഗ് ബോസിന്റെ അകത്ത് നീ കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടികളൊക്കെ കാണുമ്പോഴായിരിക്കും നിനക്ക് ആരെങ്കിലുമൊക്കെ എന്നാ പിന്നെ അനുമോളെ ഒന്ന് പ്രപ്പോസ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ജീവനും കൊണ്ട് ഓടിക്കാണും. അമ്മാതിരി പരിപാടികൾ. കാര്യം ഈ 10-75 ക്യാമറകളുള്ള ബിഗ് ബോസിൻ്റെ അടുത്ത് ഒരു കൺട്രോൾഡ് എൻവയൺമെൻറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത്രയും പേർക്കെതിരെ ഇങ്ങനത്തെ നാറിയ കളി കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത്തരം ചീപ്പ് ഗെയിം, സെൽഫിഷ് ചീപ്പ് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു ക്യാമറയില്ലാതെ നിങ്ങളും അവളും മാത്രമായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ എന്തെല്ലാം അലിഗേഷൻസ് നിങ്ങൾക്കെതിരെ പറയാൻ പറ്റും? ഏതൊക്കെ തരത്തിൽ നിങ്ങളുടെ ജീവിതം കുളം തോണ്ടാനായിട്ട് പറ്റും? എന്ന് ചിന്തിക്കുന്ന ഒരാളും ജീവിതത്തിൽ അനുക്കുട്ടീടെ അടുത്ത് പോയി പ്രപ്പോസ് ചെയ്യില്ല. കാരണം അക്ബർ ഇന്ന് ചോദിക്കുന്നുണ്ട്, അനീഷേട്ടൻ ഇതിൻ്റെ അകത്തുള്ള ഇവളുടെ ഇത്രയും സ്വഭാവം കണ്ടിട്ടും ഇവളോട് പോയി എങ്ങനെ ഇയാൾക്ക് പ്രപ്പോസ് ചെയ്യാൻ തോന്നി എന്നുള്ളതാണ്. 2 തരത്തിൽ വേണമെങ്കിൽ അതിനെ കാണാം. ഒന്ന് അദ്ദേഹത്തിൻ്റെ ഗെയിമായിട്ട് കാണാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശരിക്കും ഇഷ്ടം തോന്നിയതായിട്ടും വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഞാൻ ഈ ആദ്യത്തെ ദിവസം പുള്ളി വന്നിട്ട് അനുവിനെ അറിയില്ല എന്ന് പറഞ്ഞ അത് തള്ളല്ല. ആ പറഞ്ഞ സമയത്തെ ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചതാണ്, ഇത് ഈ ഒരു ട്രാക്കിൽ എന്നെങ്കിലും എത്തുമെന്നുള്ളത്. കാര്യം നമ്മൾ കാലാകാലങ്ങളായി ആൺകുട്ടികൾ പരീക്ഷിച്ച് വിജയിച്ച് വരുന്ന ഒരു ടാക്ടിക്സിലൊന്നാണ് ആ ഒരു സാധനം. വിജയിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ പലപ്പോഴും പരീക്ഷിച്ച് കണ്ടിട്ടുള്ള ഒരു ഐറ്റമാണത്. ആ ഒരു സാധനം അവിടെ വന്നപ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, എന്നെങ്കിലും ഒരു കാലത്ത് ഇത് വരുമെന്ന്. പക്ഷെ അത് ഫിനാലെയോട് അടുത്ത് വരുന്ന ആഴ്ചയിൽ പുള്ളി അത് പ്രയോഗിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പം മനീഷിൻ്റെ അനുമോളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രില്യൻറ്റ് ഗെയിമാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊന്നും അല്ല, ഇയാളൊന്ന് പെണ്ണ് ചിരിച്ച് കാണിച്ചപ്പോഴേക്കും വീണ് പോയെന്നും പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ ഫാൻസ് ഇട്ടിട്ട് പോയ അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കങ്ങനെ ഇന്നിപ്പോൾ രഞ്ജിത്ത് വന്നിട്ടാണെങ്കിലും കുറേ ഇരുന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുവാ അങ്ങനെ ഒരാൾ ചിരിച്ച് കളിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ് പോകുന്നതാണെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നൊക്കെ. അങ്ങനെ വെറുതെ ചിരിച്ച് കളിച്ചപ്പോൾ വീണ് പോയി എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം ഇതിന് ഈ ഒരാഴ്ചയിൽ അനുമോളുടെ ആ ഒരു പ്രണയ നാടകം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നാണ് അനുമോൾ പറയുന്നത്. അതിൻ്റെ ഒരു കമ്പൈലേഷൻ വീഡിയോ ഒക്കെ റീലൊക്കെ ആയിട്ടൊക്കെ കാണാനിടയായിട്ടുണ്ടായിരുന്നു. പലപ്പോഴായിട്ട് പല അച്ചായ എന്ന് വിളിക്കുന്നതും കണ്ണുകൊണ്ട് കാണിക്കുന്നതും ഹാർട്ട് കാണിക്കുന്നതും ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നതും അങ്ങനത്തെ പല പരിപാടികളും. എന്നിട്ട് അനുക്കുട്ടി പറയുന്നത് ബ്രദറിനെ പോലെയാണ്. അപ്പം ജപ്പാനിലെ അച്ഛനെ എല്ലാവരും അളിയ എന്നാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെയാണ്, ബ്രദറിനെ പോലെയാണെന്ന് പറയും അനുക്കുട്ടി പറയുമ്പോൾ നമുക്കും ചോദിക്കാൻ തോന്നുന്നത്, ബ്രദറിനോട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാൻ തോന്നുന്നത്. അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അനുക്കുട്ടി ചെയ്യുന്നതെല്ലാം എൻ്റർടൈൻമെൻ്റ് ആണ്. ദേഷ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണ് ആർ.ജെ. ബിൻസിയോട് മറ്റേ അംബാനി ശരത്തിൻ്റെ കേസ് എടുത്തിട്ടതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അനുക്കുട്ടിക്ക് ദേഷ്യം വരുമ്പോൾ എന്ത്
മറ്റേ വർത്താനവും പറയാം. മറ്റുള്ളവര് അതായത് ശൈത്യയും ആദില, നൂറയും അടക്കം ഉള്ളവര് അനുക്കുട്ടീനെ എക്സ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുമ്പോൾ അത് വലിയ കൊടുംപാതകം. അനുക്കുട്ടി അതിനേക്കാൾ അപ്പുറത്തെ അപരാധങ്ങളൊക്കെ പറയുമ്പോൾ അനുരാധം എന്ന് ആണ് എനിക്കതിനെ അനുക്കുട്ടിയുടെ അനുരാധങ്ങൾ കേൾക്കുമ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല. എന്തൊരു ചീപ്പ് ആൻഡ് സെൽഫിഷ് ഗെയിമാണെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഇത് എനിക്കറിയില്ല. അപ്പം എന്താ പറയുന്നെ, അനീഷിന് ആ ഒരു ശരിക്കും അങ്ങനൊരു ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ടാവാം. കാര്യം അത് ഇത്രയും കാലം ഒരു എൻവയൺമെൻറ്റിൽ ജീവിക്കുകയാണ് നമ്മൾ ഒരുമിച്ച്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏഹ്, പുറത്താണെങ്കിൽ നമുക്ക് അയാളെ കാണാതിരിക്കാം, അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഒരേ വീട്ടിൽ താമസിക്കുമ്പോൾ അതിനകത്തുള്ള ആളുകൾക്കിടയിൽ പ്രണയം രൂപാന്തരപ്പെടുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ചിലത് ലവ് ട്രാക്കൊക്കെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നവരുണ്ട്. അല്ലാതെ തന്നെ ഓർഗാനിക്കായിട്ടും ചിലപ്പോൾ തോന്നിപ്പോകാം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുമ്പോൾ. അത് ചില പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുന്നെ, അവർക്കൊരു ഇതാണ്. അതായത് നമ്മുടെ പുറകെ ഒരാളെ ഇങ്ങനെ ഇട്ട് നടത്ത പെൺകുട്ടികൾക്കുണ്ട്, ആൺകുട്ടികൾക്കുണ്ടാവാം. ആഹ്, അങ്ങനെ ഒരു ജെൻഡറായിട്ട് തിരിച്ച് അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ചില ചില വ്യക്തികൾക്ക് അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മളെ ഒരാൾ ഇഷ്ടമാണെന്ന് പറയാൻ നമ്മുടെ പുറകെ ഒരാളിങ്ങനെ നടക്കുക എന്നൊക്കെ ഉള്ളത് ഒരിതായിട്ട് അവർക്ക് തോന്നാറുണ്ട്. ചിലരൊക്കെ ഇപ്പം ടിൻഡറിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എനിക്ക് എന്തുമാത്രം ആളുകൾ എന്താ പറയുന്നത്, എന്നെ ഇൻട്രസ്റ്റ് അയക്കുന്നുണ്ട്, അല്ലെ ലൈക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഒരു കാഴ്ചപ്പാടിലാണ്. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണല്ലോ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള എല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം, സ്നേഹിക്കണം, അതൊക്കെയാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ചിലർക്ക് ഇങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഇങ്ങനെ അവരുടെ അടുത്ത് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക. എന്നിട്ട് പിന്നീട് വരുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ അങ്ങനെയല്ല കണ്ടത്, ആങ്ങളയായിരുന്നു, പെങ്ങളായിരുന്നു, നീ എൻ്റെ അമ്മയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലതും പറയും. ആ ഒരു ഇത് പിക്മി ഗേൾ എന്നോ അങ്ങനെന്തോ ആണ് അത്തരം ഒരു ടൈപ്പാണ് അനുക്കുട്ടി എന്നുള്ള രീതിയിൽ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉം. അങ്ങനത്തെ പുള്ളിക്കാരി പറഞ്ഞല്ലോ, ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് സ്നേഹമാണ്, ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഞാൻ ഈ ലാലേട്ടൻ ഈ കഴിഞ്ഞ വീക്കെൻഡിൽ വന്നിട്ട് ഇവരുടെ ഈ പ്രണയവും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പം ഞാൻ ഓർത്ത് ഇത് കേരളപ്പിറവി ദിനമാണോ വാലന്റൈൻസ് ഡേ ആണോ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? പുള്ളിക്കാരിനെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലല്ലേ ഇങ്ങനത്തെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തതല്ലേ. പിന്നെ എന്തിനാണ് അതൊക്കെ എടുത്തോണ്ട് വന്ന് വീക്കെൻഡിലൊക്കെ ഇട്ട് കേക്കൊക്കെ ലവ് ചിഹ്നത്തിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി കൊടുത്ത് എന്തിനാ ഈ പരിപാടി എന്നൊക്കെ ഞാനും ആലോചിച്ചു. പിന്നീടാണ് ഞാനൊന്ന് ഇരുത്തി ആലോചിച്ചപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുക്കുട്ടിക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, ഫണ്ണിന് വേണ്ടിയിട്ട് അനീഷിൻ്റെ അടുത്ത് അനീഷേട്ടാ അച്ചായ എന്നൊക്കെ വിളിക്കുകയും ഇദ്ദേഹം, അദ്ദേഹം എന്നൊക്കെ പറയുകയും എന്താ പറയുന്നത്, ഈ വക പ്രണയചേഷ്ടകൾ എല്ലാം ഫ്ലേർട്ടിങ് നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഇങ്ങനെ കുറേ മിക്സ്ഡ് സിഗ്നൽസ് ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ആഹ്, ഇത് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് അതേ പരിപാടി ബിഗ് ബോസ് ടീമിനും ഉണ്ടാക്കിക്കൂടാ എന്നുള്ള രീതിയിൽ അത് കണ്ട് ആ രീതിയിലാണ് ഞാനതങ്ങ് പിന്നെ ഓക്കെ അതായിരിക്കാം എന്നുള്ള രീതിയിൽ ഞാനതിനെ റീകൺസൈൽ ചെയ്തു. എന്താണെങ്കിലും ജെയിംസ് ബോണ്ട് എന്നോട് പറഞ്ഞത് അനുമോൾക്ക് ഏഹ്, പുള്ളിക്കാരിയാണല്ലോ ഈ ഒരു സംഭവത്തിനൊക്കെ തുടക്കം ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഗിൽറ്റിൻ്റെ ഇതുകൊണ്ട് എഫക്റ്റ് കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് തീർത്തും ഒരു നോ പറയാത്തത്. അല്ലെങ്കിൽ ഇതങ്ങനെ അങ്ങ് പോട്ടെ, കുറച്ച് നാളൊരു ഒരു ഒരു കണ്ടൻ്റായിട്ട് നിൽക്കട്ടെ എന്നുള്ളത്. ഷാനവാസ് കൃത്യമായിട്ടത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അതൊരു കണ്ടൻ്റ് ആവണം, ലാലേട്ടൻ്റെ ഇതിലൊരു ഇതാവണം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരിക്ക് അതിന് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ. അല്ലാണ്ട് അനുമോള് അനീഷേട്ടനെ കെട്ടാൻ പോകുന്നു, സമ്മതിക്കുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നടക്കുമെന്ന്. അത് അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആന മണ്ടത്തരമാണ്. പുള്ളിക്കാരി ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. ഗുരുവായൂരൊക്കെ വെച്ച് താലി കെട്ടണം എന്നൊക്കെയാണ് പറയുന്നത്. അനീഷേട്ടൻ ക്രിസ്ത്യാനിയാണല്ലോ. അപ്പം അത് ഒബ്വിയസ്ലി അത് നടക്കാൻ പോകുന്ന പരിപാടിയല്ല. പിന്നെ ചേരുകയാണെങ്കിൽ വളരെ മികച്ച ഒരു കോംബോ ആയിരിക്കും അത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതവിടെ നിർത്തുക എന്നുള്ളതാണ്. അത് പിന്നെയും പിന്നെയും ഇങ്ങനെ ഇട്ട് ഇപ്പം ഇന്ന് വന്ന മുൻഷിയൊക്കെ വന്നിരുന്ന് അതൊക്കെ ചോദ്യം ചെയ്യുന്നു, പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശൈത്യയുടെ മനസ്സിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളീനെ വെച്ചൊരു ഗെയിം കളിക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. കാര്യം ആര്യനുമായിട്ടുള്ള ഒരു കോംബോ ഉണ്ടാക്കാനായിട്ട് അനുമോൾ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയത് ശൈത്യയാണ്. ശൈത്യയാണോ വെളിപ്പെടുത്തിയത്? ശൈത്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്.
അപ്പോൾ അനിക്കുട്ടി അങ്ങനത്തെ നമ്പറുകളൊക്കെ പ്രയോഗിക്കാൻ റെഡിയായിട്ട് നിന്നതുകൊണ്ട് നമുക്ക് ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതൊക്കെ തന്നെയായിരിക്കാം എന്താണെങ്കിലും. ഇപ്പം അത് വെച്ചിട്ടാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ അത് അനീഷേട്ടൻ്റെ ബ്രില്യൻസ് ആണെന്ന് പറയുമ്പോഴും ഞാനിങ്ങനെ ജെയിംസ് ബോണ്ടിനോട് അന്നേരം ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു ബ്രില്യൻസ് ആണെങ്കിൽ തന്നെ അതെന്തൊരു പന്ന ബ്രില്യൻസ് ആണ്. കാര്യം ഇനിയിപ്പോൾ പുള്ളി പുറത്തിറങ്ങിയാലും അറിയപ്പെടാൻ പോകുന്നത് പുള്ളി ഇത്രയും നാളത്തെ ആ ഒരു പുള്ളി അവിടെ കാണിച്ച ഗെയിമോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ടിനേക്കാളും കൂടുതൽ അനിമോളുടെ അടുത്ത് ഈ പ്രപ്പോസ് ചെയ്ത കാര്യമായിരിക്കും ആൾക്കാർ ആദ്യം ചോദിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ നീലക്കുയിലും പച്ചക്കുയിലും പോലുള്ള മഞ്ഞ മീഡിയാസ് ഒക്കെ വരികയാണെങ്കിൽ അനിമോളുടെ വീട്ടിലേക്ക് പോകുമോ, അനിമോളുടെ അച്ഛനമ്മേനും കണ്ടോ, തേങ്ങയാണോ മാങ്ങയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കും. റോബിൻ, ദിൽഷ, ബ്ലസ്ലി, ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ സീസൺ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. അതിൽ ദിൽഷ വിൻ ചെയ്തത് റോബിൻ്റെ വോട്ട് കൊണ്ടാണ്, പിന്നെ ബ്ലസ്ലിയുടെ ഇതുകൊണ്ടാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പം അതുപോലത്തെ ഒരു ഇതിലായിരിക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത് ആ അനീഷിൻ്റെ. ഒരു അറിയില്ല അതിനൊക്കെ എന്തൊരു എന്താ പറയണ്ടേ, അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻസ്. കഴിഞ്ഞ ആഴ്ച പിന്നെ ഉണ്ടായത് മറ്റേ പാലഭിഷേകത്തിൻ്റെ പേരിലുള്ള പ്രശ്നത്തിലൊക്കെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. അത് ഒരു നെവിൻ്റെ ഭാഗത്ത് ആണ് തെറ്റ്. എന്തോ അതിൻ്റെ പേരിൽ ബിഗ് ബോസ് പണപ്പെട്ടി എടുക്കാതെ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അതിന് പകരം ഇവർ പല പല മറ്റേ ബിഗ് ബോസിൻ്റെ ആദില നൂറമാരുടെ കോൺവെർസേഷൻ കാരണം ബിഗ് ബോസ് കൊടുത്ത പണിയാണ്, ബിഗ് ബോസിൻ്റെ ബ്രില്യൻസ് ആണെന്നൊക്കെ പറയുമ്പോഴും അത് ബിഗ് ബോസിൻ്റെ ബ്രില്യൻസ് ഒന്നുമല്ല. കഴിഞ്ഞ തമിഴ് സീസണിൻ്റെ അകത്ത് നടന്ന അതേ പരിപാടിയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ പണം മറ്റേ കാറിൻ്റെ അകത്ത് പണം ഒളിപ്പിച്ച് വെക്കുന്നതിന് പകരം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ മണി ബോക്സ് തന്നെ വെച്ചിട്ട് മറ്റേ ഡിസ്റ്റൻസ് കൂട്ടി കൂട്ടി ടൈം കുറച്ച് കുറച്ച് വെച്ച് ഒരാളെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ കഴിഞ്ഞ ഇതിൽ നടന്നത്. ജാക്ലിനൊക്കെ ഔട്ടായതൊക്കെ ആ സീസണിൻ്റെ ഒരു ഹൈലൈറ്റ് സംഭവമായിരുന്നു. നെവിന് അതുപോലത്തെ ഒരു അവസ്ഥ വരുമോ, അല്ലെങ്കിൽ അക്ബറും അനുമോളും ഇവരും അതിലെ ഓടാൻ നിന്നപ്പോൾ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. പക്ഷെ അങ്ങനെ അവർ കൊണ്ടുപോയില്ല. അത് ഒരു കണക്കിന് നന്നായി. പക്ഷെ അവരങ്ങനെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻറ്റുകളൊക്കെ കാണാൻ പറ്റിയേനെ. അത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പരിപാടി തന്നെയായിരുന്നു. പോയിട്ട് പുറത്ത് പോയി ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചു വരേണ്ടതും ജാക്ലിൻ ഔട്ടായൊക്കെ എന്തൊരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റൊക്കെ ആയിരുന്നു. തമിഴ് സീസൺ 8 കണ്ടവർക്കറിയാം. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കടമെടുത്തിട്ടാണല്ലോ ഈ ബിഗ് ബോസിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. ഒരേ സെറ്റ് അങ്ങനത്തെ പല പരിപാടികൾ. ഇപ്പോൾ മലയാളത്തിന് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും മുമ്പ് അങ്ങനെയാണല്ലോ. അപ്പം അവരുടെ പരിപാടികൾ ഇപ്പം നമ്മുടെ പണിപ്പുര പോലത്തെ പരിപാടി ഇപ്പം അതിൻ്റെ അകത്ത് ലോക്കർ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ അധികം നാളത്തേക്ക് നീട്ടിക്കൊണ്ട് പോയില്ല, ഒരാഴ്ചത്തേക്ക്. മറ്റേ മേക്കപ്പൊക്കെ എടുത്ത് മാറ്റുക, യൂണിഫോം കൊടുക്കുക പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അവരതെല്ലാം ഒരാഴ്ചത്തേക്കേ ഉള്ളൂ. കാര്യം ഇവിടെ വന്ന ഫീഡ്ബാക്ക് അവർക്കറിയാം. അതുകൊണ്ട് അപ്പം അപ്പം അത് കഴിഞ്ഞിട്ട് പക്ഷെ എങ്കിലും കഴിഞ്ഞ ആഴ്ച വരെ ഭയങ്കര അഗ്രസീവായിട്ട് കളിച്ചിരുന്ന നെവിൻ പെട്ടെന്ന് ട്രാക്ക് മാറ്റി. ആ വീട്ടിലുള്ളവർ തന്നെ നെവിനെ ബെസ്റ്റ് പ്ലെയറായിട്ടൊക്കെ പറയുകയും ആ വീക്കെൻഡിൽ നല്ല വീക്ക്ലി പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നെ ലാലേട്ടൻ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്താക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഇതായിരുന്നു മനസ്സിൽ. അത് നെവിനെ പോലെ ഒരാളെ അങ്ങനത്തെ ഒരു സാഹചര്യം യൂസ് ചെയ്ത് അത്ര ബ്രില്യൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ. മറ്റൊരാളാണെങ്കിൽ അത് കിട്ടിയ അടിയുടെ പുറമേ ഭയങ്കര നെഗറ്റീവായിട്ട് പോയേനെ. പിന്നെ അക്ബർ മോട്ടിവേറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളത് ശരിയാണ്. അവരൊക്കെ ഒരു അതാ ഞാൻ പറഞ്ഞത്, അവരൊക്കെ ഒരു നമ്മൾ ഇതിൻ്റെ അകത്ത് കുരുതി ഗ്യാങ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറയുമ്പോഴും അക്ബറിൻ്റെ സുഹൃത്ത് വലയങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ള നല്ല ഫ്രണ്ട്ഷിപ്പുകളിൽ ഒരെണ്ണമായിട്ട് വരാറുള്ളത്. പട്ടായ ഗേൾസിൻ്റെയോ അനുക്കുട്ടിയുടെയോ ഷാനുക്കയുടെയോ സുഹൃത്ത് ബന്ധം. ഈവൻ ഷാനുക്ക അനീഷ് കോംബോ, ഷനീഷ് കോംബോനെ ഞാൻ ഒരുപാട് തവണ എനിക്ക് ബിഗ് ബോസിൽ എൻ്റെ ഫേവറേറ്റ് കോംബോകളിൽ ഒരെണ്ണമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അതിലുള്ള ഒരു ആർട്ടിഫിഷ്യാലിറ്റിയാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ അനീഷിന് മേ ബി ഷാനവാസ് ഒരു നല്ല സുഹൃത്തായിട്ടാണ് കാണുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ആ കെയർ കൊടുക്കുന്നുണ്ടെങ്കിലും ഷാനുക്ക എപ്പോഴും അത് പറയുന്നത് ഇവൻ ഒരു കല്ലായിരുന്നു, ഇവൻ്റെ കല്ലായിട്ടുള്ള മനസ്സ് ഞാനാണ് തല്ലി ഉടച്ച് അകത്ത് കയറി ഇവനെ മനുഷ്യനാക്കി മാറ്റിയത്, അതിനു മുമ്പ് അദ്ദേഹം റോബോട്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള അവകാശവാദങ്ങൾ എന്നൊക്കെയുള്ള ഒരു ആ രീതിയിലുള്ള സ്വയം ഒന്ന് പൊക്കി പറയാനായിട്ട് ഒരു ടൂൾ എന്നതിലുപരി ഒരു ആത്മാർത്ഥ ഒരു സുഹൃത്തിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഇതൊന്നും ഞാൻ കാണുന്നില്ല. പുള്ളി അനീഷിന് ഇപ്പോഴും ഒരു ഗെയിമർ ആ ഒരു രീതിയിലാണ്. മേ ബി അനീഷ് ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം.
അതും അദ്ദേഹത്തിൻ്റെ എനിക്ക് ഇതൊക്കെ ഒരു അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഒരു ട്രാക്കായിട്ടാണ്. അനീഷ് ഇങ്ങനെ ഇത് സമ്മതിച്ചു കൊടുക്കുന്നത് പോലും ഷാനവാസ് എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റി എന്നുള്ളത് അത് അനീഷിൻ്റെ ഒരു ബ്രില്യൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഷാനവാസിൻ്റെ ബ്രില്യൻസ് ആയിട്ടാണ് അവകാശപ്പെടുന്നത്. പക്ഷേങ്കിലും പുള്ളിയുടെ ആ ഒരു ട്രാക്ക് ആദ്യം തൊട്ടേ അങ്ങനെയാണല്ലോ. ഞാൻ ഒറ്റപ്പെടൽ, നിങ്ങൾ ആരെയും എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അവസാന വാരങ്ങളിലൊക്കെ പുള്ളി എല്ലാവരെയും എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ള രീതിയിലൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തും എന്നുള്ളത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ശുദ്ധഗതിയാണ്, അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കാം. എനിക്ക് അതിലോട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ഇത് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും അദ്ദേഹം എല്ലാവർക്കും കെയർ ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു നല്ല അങ്ങനത്തെ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കും. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള വാക്കുകൾ കൊണ്ടോ അല്ലെ അങ്ങനത്തെ രീതിയിലുള്ള ആക്രമണം, ഇങ്ങനത്തെ ചില ഉഡായിപ്പ് പരിപാടികളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആം, എന്താ പറയുന്നത്, സാബുമാൻ തുടരും എന്ന് പറഞ്ഞിട്ട് സാബുമാൻ കഴിഞ്ഞാണ് ഇപ്പം ഈ ആഴ്ച പുറത്തായി. തുടരില്ല എന്നുള്ളത് തീരുമാനമായിട്ടുണ്ട്. അത് എന്താ പറയുന്നത്, ഒരു കണക്കിന് നന്നായി. പക്ഷേ പുള്ളി എത്ര പേരുടെ അവസരങ്ങൾ കളഞ്ഞിട്ടാണ്. നല്ല നല്ല പ്ലെയേഴ്സിനെയൊക്കെ ഒനിയിൽ, ജിസേല്, പിന്നെ ഒനിയിലിനൊക്കെ നല്ല പ്ലെയർ എന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും സാബുമാനേക്കാളും കൂടുതൽ കോണ്ടൻ്റൊക്കെ കൊടുത്തിട്ടുള്ള ആളുകൾ. സാബുമാൻ്റെ AV നോക്കിയാൽ തന്നെ അറിയാം. മറ്റുള്ളവർ സാബുമാനെ പറഞ്ഞ ആ ഒരു മോർണിംഗ് ടാസ്ക്കായിട്ട് വന്ന് സാബുമാനെക്കുറിച്ച് പറയാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം മോർണിംഗ് ടാസ്കുകളിൽ നിന്നും ഡാൻസ് കളിക്കുന്നതിൽ നിന്നും TTFൻ്റെ ഫിനാലെ അങ്ങനെ ടാസ്ക് മറ്റേ പ്രതിമയായിട്ട് നിന്ന് അതിൽ നിന്നൊക്കെ ഉള്ള ഒരു കോണ്ടന്റേ ഉള്ളൂ സാബുമാൻ്റെ. അല്ലാണ്ട് ശക്തമായിട്ടുള്ള തന്നെ ആർഗ്യുമെന്റ്സ് ഒക്കെ പറയുകയും അത് പുള്ളി ഒന്ന് അഡാപ്റ്റ് ആയിട്ട് വന്നത് മേ ബി തുടക്കം തൊട്ടേ സാബുമാൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ സാബുമാൻ ഒന്ന് അഡാപ്റ്റായി വരുമായിരുന്നായിരിക്കും, പുറത്ത് പോകാതെ ഇതുപോലെ തന്നെ നിൽക്കുമായിരുന്നെങ്കിൽ. പക്ഷെ പുള്ളി ഒന്ന് ഇതാക്കിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും പുള്ളി പുറത്തായി. അത്രയും കാലം നിന്ന് തന്നെ PR-കളുടെയൊക്കെ ഇടപെടലുകൾ മൂലം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തവണ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫൈനൽ 4 പ്രഡിക്ഷൻസ്. അതും ഈ നൂറ് TTF വിന്നർ ആകുമ്പം ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞപ്പോൾ ഞാനും സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഞാനും വിചാരിച്ചത് അവസാനത്തെ ആ ഒരു ഫിനാലെ വീക്കിലേക്ക് നേരിട്ട് പോകുന്നു. എല്ലാം TTF വിന്നർ ഫൈനൽ 5-ൽ വരാറില്ലല്ലേ? ഓ, പക്ഷേ ഈ ഇതിനു മുമ്പ് കണ്ട സീസണുകളിലൊക്കെ മിക്കപ്പോഴും ഈ TTF വിന്നർ ഫൈനൽ 5-ൽ ഞാൻ കണ്ടതിൻ്റെ അകത്തൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇല്ല ഇല്ല ഇല്ല, ഏതോ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഇതുപോലെ ആദ്യമേ ഫൈനൽ 5-ൽ വരാതെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ശരിയാണ്. എന്നാൽ ഞാനും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോൾ ഇട്ടത്. TTF വിന്നർ 100 ഓട്ടോമാറ്റിക്കലി വരുന്നത് കൊണ്ട് ഫൈനൽ 5-ൽ ഉള്ള കോംബോകളെ പറയാനായിട്ട്. അതിൽ നെവിൻ, അനീഷ്, സാബുമാൻ, ഷാനവാസ് കോംബോനെ കുറേ പേർ ചൂസ് ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വന്നിട്ടുള്ളത് അക്ബർ, അനുമോൾ, ഷാനവാസ്, അനീഷ്, ഇവർ 4 പേരായിരിക്കും. പിന്നെ നൂറേയും കൂടെ ചേർത്തിട്ടാണ് ഞാനത് പറഞ്ഞിരുന്നത്. അവരായിരിക്കും ഫൈനൽ 5 എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇനിയിപ്പം ആരായിരിക്കും നമ്മുടെ ടൈറ്റിൽ വിന്നർ എന്ന് ചോദിച്ചിട്ടുള്ളൊരു പുതിയ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അനീഷിനും അക്ബറിനുമാണ് ഇപ്പോൾ മുൻതൂക്കം ഉള്ളത്. അനുമോൾക്ക് താരതമ്യേന കുറവാണ് അതിൻ്റെ അകത്ത്, ഇതിൻ്റെ അകത്ത്. പക്ഷെ അനുമോളും അനീഷിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ആഗ്രഹം അക്ബർ, നെവിൻ, അനീഷ് ഇവരിലാരെങ്കിലും. അനീഷ് പിന്നെ ഒരു കുഴപ്പമില്ല, അനീഷാണേലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതി. ഇവർ 3 പേരിൽ ആരെങ്കിലും ആണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ പട്ടായ ഗേൾസ് പറയുന്ന പോലെ ഇനി പെൺകുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ 3 പെൺകുട്ടികളാണല്ലോ അവിടെ ഉള്ളത്. അതിൽ അനുമോൾ, എൻ്റെ അനുക്കുട്ടി ജയിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അനുക്കുട്ടി ജയിക്കുവാണെങ്കിൽ അത് പ്രേക്ഷകരുടെ തോൽവിയായിട്ടേ ഞാൻ പറയുള്ളൂ. കാര്യം ഇത്രയെല്ലാം പരിപാടി ഒപ്പിച്ച് വെച്ചിട്ട് ഇനി ഇവക്ക് കപ്പം കൂടെ കൊടുത്ത് വിടുവാണെങ്കിൽ എൻ്റെ സർവേശ്വരന്മാരെ, ആ ഒരു കൊടും ക്രൂരകൃത്യം കൂടെ കാണാനായിട്ട് എന്തിന് അതുകൂടെ ഞാൻ കാണേണ്ട വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, അതുകൊണ്ട് അനുക്കുട്ടി ഇല്ല. പിന്നെ ആദില, നൂറമാരിൽ ആരെങ്കിലും ഒരാൾക്ക് പെൺകുട്ടികളുടെ മാത്രം എടുക്കുന്നുമുണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം ഈ അനീഷ്, അക്ബർ, നെവിൻ ഇവരിലാരെങ്കിലും ഒരാൾ
നന്നായിരിക്കും. നെവിൻ ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ ആര്യനൊക്കെ പോകേണ്ട ആളായിരുന്നില്ല. സാബുമാനെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വിട്ടിട്ട് ആര്യനെ നിലനിർത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. ബട്ട് ഓക്കെ. ഇറ്റ്സ് ഓൾറൈറ്റ്. ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ഇപ്പം ഈ പറഞ്ഞവരിൽ ഗെയിമർ എന്നുള്ള രീതിയിൽ നെവിൻ മുന്നിൽ തന്നെ ഉണ്ട്. ഒരു പലപ്പോഴും നമുക്ക് എവിടെയെങ്കിലും ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡുകൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം എം.എൻ. നമ്പ്യാരെന്നും പഴശ്ശിരാമൻ മഴുവെറിഞ്ഞ ദിവസമാണെന്നൊക്കെ പറഞ്ഞുള്ള നമ്പറുകളൊക്കെ ഇറക്കുമെങ്കിലും എന്തോ ഇഷ്ടമാണ് ആ ചെങ്ങായിനെ എന്ന് പറയുന്നത്. അതൊക്കെ അങ്ങനത്തെ കുറച്ച് ഉഡായിപ്പ് പരിപാടികളൊക്കെ നെവിൻ്റെ വകയുണ്ട്. വീക്കെൻഡിൽ ചില ഇങ്ങനത്തെ ക്യൂട്ട്നെസ് മെഴുകുന്ന പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെയോ രീതിയിൽ പുള്ളി നമ്മളെ എൻ്റർടൈൻ ചെയ്യിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോഴും നെവിനെതിരെ പല എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സെക്ഷുവാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇത് അങ്ങനത്തെ നെവിൻ അങ്ങനത്തെ ഒരു ആരോപണമൊന്നും ആർക്ക് നേരെ ഉന്നയിച്ചിട്ടില്ല. ഷാനവാസ് ഇഷ്യൂവിൽ പോലും ഷാനവാസാണ് ആ ഒരു കാര്യം എടുത്തിടുന്നതൊക്കെ. അനുമോളൊക്കെ ആണെങ്കിലും നെവിൻ്റെ ബെഡിൽ വന്നുള്ള കിടപ്പും അങ്ങനത്തെ പരിപാടികളൊന്നും അത്ര ശരിയല്ല എന്നുള്ള രീതിയിൽ അനുമോൾ ഇവിടെ ഒരു ആരോപണം ഉന്നയിക്കാത്ത ഒരാളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അനീഷേട്ടൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഷാനവാസിനെയും പറഞ്ഞിട്ടുണ്ടാവില്ല ഇത്തരം രീതി. പക്ഷെ അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിൽ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സെക്ഷൽ അലിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറയാത്തതായിട്ട് അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഉള്ളവരുടെയൊക്കെ പേര് പുള്ളിക്കാരി ചീത്തയാക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മൾ സംസാരിക്കുന്നത് അനുക്കുട്ടീനെ കുറിച്ചാണല്ലോ മെജോറിറ്റി ആയിട്ട്. അതാണ് അനുക്കുട്ടിയുടെ വിജയം എന്ന് പറയുന്നവരുണ്ട്. അത് അനുക്കുട്ടിയുടെ വിജയമൊന്നുമല്ല. അത് ഇത്തരം നാറിയ കണ്ടൻ്റൊക്കെ പുറത്ത് വിട്ടിട്ട് അത് അനുക്കുട്ടിയുടെ വിജയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഇവരുടെ ഈ ഇപ്പോൾ വീക്കെൻഡിൽ മറ്റേ സത്യസന്ധത, വിശ്വസ്തത, ആത്മാർത്ഥതയോ പിന്നെന്തുവായിരുന്നു ഗെയിമർ എന്നുള്ള രീതിയിലൊക്കെ മാർക്കൊക്കെ ഇടുന്നതിൽ ഷാനവാസിൻ്റെ ആ ഒരു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കറക്റ്റായിട്ടുള്ള ഒബ്സർവേഷനാണ്. പക്ഷെ ബാക്കിയുള്ളതിൽ 10ഉം ഇതൊക്കെ കൊടുക്കുന്നതിന് പകരം നേരെ 0 കൊടുക്കുന്നതായിരുന്നു നല്ലത് എന്നുള്ളതാണ്. വിശ്വസിച്ചൊരു കാര്യം പറയാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതൊക്കെ അത് ആരാ പറയുന്നത്? ഷാനുക്കയാണ് പറയുന്നത്. ഷാനുക്കയും വിശ്വസിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുള്ളതൊക്കെ അവർക്കിട്ട് തിരിച്ച് പണി കൊടുക്കാനല്ലേ ഷാനുക്കയെ ഉപയോഗിച്ചിട്ടുള്ളൂ. ആത്മാർത്ഥ മിത്രത്തിനടുത്ത് പോലും. അപ്പം അറിയില്ല. എല്ലാം ഒന്നിനൊന്ന് മികച്ചത് എന്ന് പറയാനുള്ളൂ. അപ്പം ആരായിരിക്കും ടൈറ്റിൽ വിന്നർ എന്നൊക്കെ കണ്ടറിയാം. ഇപ്പം ശൈത്യ പറഞ്ഞ ഒരു കാര്യമുണ്ട്. PR-ൻ്റെ ഇതൊക്കെ എക്സ്പോസ് ചെയ്തതും അകത്തുള്ള പുറത്തുനിന്നും പോകുന്ന ആളുകൾ മൂലം ഒരു സഹതാപ വോട്ട് ഇനി അനുക്കുട്ടിക്ക് പോകുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ പറയണം. കാര്യം അവർ പറഞ്ഞു. കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ പുറത്ത് വന്നിട്ട് നിങ്ങളകത്തുള്ളപ്പം അവരെ കമൻറ്റ് ബോക്സിലിട്ട് ആക്രമിക്കുന്നതല്ലേ. അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് വിടുക. പക്ഷെ എന്നിട്ട് പിന്നെയും കുറേ രീതിയിലുള്ള നീ കട്ടപ്പയല്ലേ മറ്റേല്ലേ മറിച്ചല്ലേ എന്തെല്ലാം അക്ബറിനെതിരെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോഴും അനുമോൾ പറഞ്ഞ ബസ്സിൽ ഇതൊക്കെ എടുത്തിടുന്നുണ്ട്. അത് PR ആണോ? എന്ത് കമൻറ്റുകളാണെങ്കിലും എനിക്കറിയാൻ പാടില്ല. ഇത്രയും പേരുടെ ഇത് അനുക്കുട്ടി അവിടെ ആ വീടിൻ്റെ അകത്ത് പ്രാകാത്തതായിട്ട് ആരും ബാക്കിയില്ല. പക്ഷേ ഈ അനുക്കുട്ടി കാരണം ഇതൊക്കെ അനുഭവിക്കുന്നവരുടെ പ്രാക്ക് അനുക്കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് വേറെ ജീവിതത്തിലുള്ള നഷ്ടങ്ങളൊന്നും വരണ്ട. ഈ ടൈറ്റിൽ അനുക്കുട്ടിക്ക് നഷ്ടമായാൽ അതിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടും. ജെയിംസ് ബോണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിർത്തിപ്പോവാനായിട്ടുള്ള മേജർ റീസൺസിൽ ഒരെണ്ണം നമ്മുടെ അനുക്കുട്ടിയാണ്. അനുക്കുട്ടി അനുക്കുട്ടിയുടെ PR ചെയ്യുന്നത് പോലെ തിരിച്ച് നമ്മൾ ചെയ്യണം എന്നുള്ള രീതിയിൽ വരെ രക്തം തിളച്ചു. ഞാൻ അന്നേരം പറഞ്ഞു നമ്മളെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? ആവശ്യമില്ലാത്ത കാര്യം. ഇവള് മാനസിക ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടിച്ചു വിടാം അങ്ങനെ ഞാൻ എന്ത് കാര്യത്തിന്? അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുന്നു? ആർക്കും ഒരു പ്രയോജനമില്ല. നമ്മൾ ആരെയും പോയി സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടോ അല്ലെ അങ്ങനെ പറഞ്ഞുകൊണ്ടോ ഒരു കാര്യവുമില്ല. നമ്മൾ അവരുടെ ലെവലിലേക്ക് തരം താഴാൻ പാടില്ല. അത് വിട്ട് കളയേ. ഇത് ഗെയിം ഷോ അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീസൺ 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അനുക്കുട്ടിയും ഇല്ല. ഒരു തേങ്ങാക്കൊലയും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നമ്മളതിനെക്കുറിച്ച് ടെൻഷൻ ആലോചിച്ചിട്ടും രക്തം തിളച്ചിട്ടും കാര്യമില്ല. ഇറ്റ്സ് നത്തിങ് വി ക്യാൻ ഡു. വോട്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് ഒരു പവർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊന്നും അതും പറ്റത്തുമില്ല. കാണാനേ പറ്റത്തുള്ളൂ. ഈ ഒടുക്കത്തെ ജിയോ കോണ്ടന്റ് പരിപാടികളൊക്കെ കാരണം. വോട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റുന്നവർ നിങ്ങൾക്ക്
അർഹനാണ് എന്ന് തോന്നുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുക. പല ഫാക്ടറുകളും കണക്കിലെടുക്കുക. ഗെയിം മാത്രം ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ ഗെയിമും ടാസ്കും മാത്രമല്ല, ഒരാളുടെ ക്യാരക്ടർ കൂടെ അതിൽ ഇൻവോൾവ് ആണ് എന്ന് റീസെൻ്റ്ലി നമ്മുടെ തമിഴ് ബിഗ് ബോസിൻ്റെ അകത്ത് പറയുകയുണ്ടായി. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്. അത് പറഞ്ഞ ആള് അയാളുടെ ക്യാരക്ടർ നോക്കുമ്പോൾ അത് അവിടെ ഒരു വിരോധാഭാസം ഉണ്ട് എന്നുള്ളത് ആ ഷോ കാണുന്നവർക്ക് മനസ്സിലാവും. എങ്കിലും ആ പറഞ്ഞ കാര്യം വാസ്തവമാണ്. അയാൾ ഇതിൽ പല കാര്യങ്ങളും ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഒരാളുടെ ക്യാരക്ടറും അയാളുടെ ബിഹേവിയറും എല്ലാം ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും കൂടെ നോക്കുകയാണെങ്കിൽ അനുക്കുട്ടി കപ്പെന്നുള്ളതല്ല, ഫിനാലെയുടെ 7 അയലത്ത് പോലും വരാൻ അനുക്കുട്ടിക്ക് സാധിക്കത്തില്ല. ബട്ട് സ്റ്റിൽ അനുക്കുട്ടി അവിടെ നിൽക്കുന്നു. അടുത്ത എനിക്കതല്ല, ഈ ഓരോ സീസണിലും വിന്നിംഗ് ഫോർമുല ഉപയോഗിച്ചാണ് നെക്സ്റ്റ് സീസണിൽ വരുന്ന ആളുകൾ പയറ്റുന്നത്. അടുത്ത സീസണൊക്കെ ഈ സീസൺ ഈ ഒരു അവസ്ഥയിൽ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത സീസണിൽ എന്ത് നാറിയ പരിപാടിയും കാണിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ആളുകൾക്ക് വരികയും, ഇറങ്ങി കളിക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ പണ്ടൊക്കെ പരാതി. ഇപ്പം ഇറങ്ങുക മാത്രമല്ല, അങ്ങ് കുഴി തോണ്ടി പാതാളത്തിലോട്ട് പോകുന്ന പരിപാടിയിൽ വളരെ ചീപ്പായിട്ടുള്ള ഗെയിമുകളാണ് ബിഗ് ബോസിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഷോയുടെ നിലവാരം വളരെയധികം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എവിടെയെങ്കിലുമൊക്കെ പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ നിലനിർത്തിക്കൊണ്ട് എൻ്റർടൈനിങ് ആയിട്ടുള്ള ആളുകളുണ്ടാകാം. നല്ല ഗെയിം കളിക്കുന്ന ഇപ്പം അനീഷൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഗെയിമിൻ്റെ അകത്തുള്ള ചില ഉഡായിപ്പ്, അതായത് ഇങ്ങനത്തെ ഈ വിക്ടിം കാർഡ് അങ്ങനത്തെ ചില അങ്ങനത്തെ പരിപാടി ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള ചില പിടിച്ചു നിൽക്കാനുള്ള തത്രപ്പണികളെന്നുള്ള അല്ലാതെ അദ്ദേഹത്തിന് വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിനോ ഒരു നെഗറ്റിവിറ്റിയോ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതിനുള്ള പരിപാടിയൊന്നും പുള്ളി അതിനകത്ത് ചെയ്തിട്ടില്ല. അങ്ങനെ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. "കഴുകെട്ടാ നീ കഴുക്, നീ കള്ളത്തരമാണ്, നീ ഉഡായിപ്പാണ്" എന്നൊക്കെയുള്ള പറയും എന്നുള്ളതല്ലാണ്ട് മനസ്സിലായി. ഇങ്ങനെ അനുക്കുട്ടിയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്, അനുക്കുട്ടി പുറത്ത് വന്നു കഴിഞ്ഞിട്ട് എന്താണെങ്കിലും പിആറുകൾ ഒരുപാട് നാൾ സംരക്ഷിച്ച് നിൽക്കാൻ പറ്റില്ല. പ്രേക്ഷകരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ട വരും എന്നുള്ളത്. അനുക്കുട്ടിയുടെ പ്രേക്ഷകരിൽ കുറച്ചെങ്കിലും വെളിപാടുകളൊക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരിപ്പോൾ അനുക്കുട്ടീനെ വിട്ടു പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ വലിയ പ്രേക്ഷക പിന്തുണയുണ്ടെന്ന് അനുക്കുട്ടി സ്വയം വിശ്വസിക്കുമ്പോഴും, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിൽ കുറച്ചു ആളുകളെങ്കിലും ഈ ഒരു ബിഗ് ബോസ് സീസണോട് കൂടെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ പിന്നെ പണ്ടേ അനുക്കുട്ടിയുടെ ഫാൻ അല്ലായിരുന്നത് കൊണ്ട് തന്നെ ഇനി ഒരിക്കലും ആവില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഈ സീസൺ 7 കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് സീസൺ 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തെ ആളുകളെയും കണ്ടസ്റ്റൻസ് എല്ലാം നമ്മൾ മറക്കും. പിന്നെ എല്ലാവരും സാധാരണ മനുഷ്യരാണ്. ആ രീതിയിൽ വേണം നമ്മളെല്ലാവരും കാണാനായിട്ട്. അത് അവരുടെ പിന്നീടുള്ള ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ ഇപ്പോൾ ശൈത്യയൊക്കെ വന്ന് പൊട്ടിക്കരയുന്നത് കാണുമ്പം എന്തുമാത്രം എഫക്റ്റഡ് ആയിട്ടുണ്ടാകും എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു സംഭവമാണ്. എങ്കിലും ഒരിക്കലും ആ കട്ടപ്പ എന്നുള്ള പേര് പുള്ളിക്കാരി എന്നെ വിട്ടു പോകുമെന്നും എനിക്ക് തോന്നുന്നില്ല. വളരെ ദാരുണമായിട്ടുള്ളൊരവസ്ഥയാണത്. പിന്നെ രഞ്ജിത്തൊക്കെ ഇന്ന് വന്നിട്ട് എന്തോ സാരിയൊക്കെ ഉടുത്ത് സീക്രട്ട് ടാസ്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് കാര്യം, ഒരു ഒരു മനുഷ്യനവിടെ മൈൻഡ് ചെയ്യുന്നുമില്ല. ഒരു കാര്യവുമില്ല അല്ലേ? വെറുതെ ആദ്യത്തെ ആഴ്ച പോയത് നന്നായി. അകത്തുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തെല്ലാം വെറുപ്പീരുകൾ കാണേണ്ട വന്നേനെ. ഉഫ്! തിരിച്ചു വന്നിട്ടാണെങ്കിലും വെറുപ്പിക്കാതിരിക്കുമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ അനീഷിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെയും പിന്നെയും പ്രണയം മറ്റേത് മറിച്ച് ഉപദേശം കൊടുക്കല്. മകള് പുള്ളീനെ കാണാനായിട്ട് തിരിച്ചു വന്നെന്ന് പറഞ്ഞു. നല്ല കാര്യം. അങ്ങനെ ഒരു ഗുണം അദ്ദേഹത്തിനുണ്ടായി. എങ്കിലും പിന്നെയും വന്നിട്ട് എന്തിനാണ് ഈ പ്രേക്ഷകരെ ഇങ്ങനെ വെറുപ്പിക്കുന്നത്? എന്റമ്മോ! അതങ്ങനെ കുറേ എണ്ണം. സരിക വന്നിട്ട് സരികയല്ലേ? സരിക വന്നിട്ട് വീട്ടുകാരൊക്കെ മരവാഴ എന്നൊക്കെ വിളിച്ചെന്ന് ബിഗ് ബോസിലുണ്ടായിരുന്നു, കാണാനില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു. കോമഡി ആയിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷേ ഈ അനുക്കുട്ടി പോലുള്ളവരെയൊക്കെ കാണിച്ചു വെക്കുന്ന പരിപാടിയിനേക്കാളും മരവാഴയായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഒന്നുമില്ലേലും അതേ ആൾക്കാര് പറയുള്ളൂ. ഗെയിം കളിച്ചില്ല എന്നുള്ളതല്ലേ പറയുള്ളൂ. അല്ലാണ്ട് ഈ രീതിയിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചു എന്നൊന്നും പറയില്ലല്ലോ. അങ്ങനെ നേടുന്ന കപ്പുകളുടെ നമ്മളങ്ങനെ ഒരു ഇത്രയും നാറിയ കളിയൊക്കെ കളിച്ചിട്ട് ആ ഒരു വിജയം നേടിയാലും അതൊരു വിജയമാണോ എന്നുള്ളതാണ് ചോദ്യം. കണ്ടറിയാം ആരാണ് കപ്പ് നേടാൻ പോകുന്നതെന്നൊക്കെ. എന്താണെങ്കിലും ഈ സീസൺ ഒരു വല്ലാത്തൊരു ജേർണി തന്നെയായിരുന്നു. ഇതുവരെ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടാവാത്ത വിധത്തിൽ നാണം കെടുന്ന പരിപാടികൾ ഒക്കെ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. എങ്കിലും ഓക്കെ, അടുത്ത സീസണിൽ ഇതിലും വലിയ നാറ്റക്കേസുകൾ
പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്ത ആഴ്ച ഫിനാലെ. അതിൽ നമുക്കറിയാം ആരാണ് ജയിക്കുന്നത്, മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആരാണ് പുറത്താവുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ച പറയാം. അനുക്കുട്ടിക്ക് ഒരു കപ്പ് എന്നുള്ള ആ ഒരു പദ്ധതിയാണോ? അങ്ങനെ ആവല്ലേ ഈശ്വര എന്നുള്ളതാണ് എൻ്റെ ഒരു. നെവിൻ മറ്റേ പണപ്പെട്ടി എടുത്ത് പോകാനായിട്ട് പുറത്ത് പോയപ്പം നമുക്കറിയാം പുള്ളി തിരിച്ചു കയറുമെന്ന്. എങ്കിലും ഒരു ഇതുണ്ടായിരുന്നു. എവിടേക്കോ ഒരു കുഞ്ഞാഗ്രഹമുണ്ട്. നല്ല ആർക്കെങ്കിലും ഒരു കപ്പ് കിട്ടണേ എന്ന് വെച്ചാൽ ഇത്രയും വലിയ എന്നുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷെ എനിക്കറിയില്ല നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ ഒരു കാര്യത്തിൽ ചെറിയ രീതിയിൽ നിരാശനാണ് ഇപ്പോഴേ. പക്ഷെ എങ്കിലും അറ്റ്ലീസ്റ്റ് അനീഷേട്ടനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇത് ഞാൻ ആലോചിച്ച് പോവാണ്. വന്ന് അനീഷേട്ടനെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിൽ ഒരു അനീഷേട്ടന് വേറെ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാണേലും കൊടുക്കുക. എന്താണേലും അക്ബറിനെ നെവിനും ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാ പിന്നെ പുള്ളിക്ക് കൊടുക്ക്. ഷാനുഖയ്ക്കും എന്താണ് അനുമോക്കും ഒക്കെ കൊടുക്കുന്നതിലും ഭേദം പിന്നെ ആദില നൂറമാർക്കെങ്കിലും കൊടുക്ക്. പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. അനുക്കുട്ടിക്ക് മാത്രം കിട്ടരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ നിങ്ങളുടെ അടുത്തു നിന്നും ഞാൻ വിട ചോദിക്കുകയാണ്. അടുത്ത ആഴ്ച കാണാം. അതുവരെ ഉங்களிடமிருந்து விடைபெறுவது உங்கள் நான்.